ഹലോ ഗായ്സ്, അപ്പോൾ ഡയറക്റ്റ് വിന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവരും ഭയങ്കര കളർഫുൾ കിടിലൻ ഡ്രസ്സാണല്ലേ? ഇത് കറുപ്പ് കളർഫുൾ അല്ലല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞു. അത് ഞാനിങ്ങനെ രാവിലെ റൂമിൽ നിന്ന് തുറന്ന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പം ഇവിടെ തൂക്കുന്ന ചേച്ചി ഉണ്ടായിരുന്നു. അവരെ നോക്കി എന്തെങ്കിലും പറഞ്ഞാണ് കമന്റ് അടിച്ചാണ്? അല്ല, പറയുന്ന കേക്ക് തൊക്കെ കയറി പിടിക്കാം. ഇറങ്ങി വന്നപ്പം ചേച്ചി പറഞ്ഞു സൂര്യൻ ഉദിച്ചു വരുന്നവരാണെന്ന് പറഞ്ഞു. സൂര്യൻ വെട്ടിത്തിളങ്ങി വരുന്നവരെ പറഞ്ഞു. ആരെ കണ്ടിട്ട്? എന്നെ കണ്ടിട്ട്. എന്നെ കണ്ടിട്ട് ഇല്ല, തോന്നിയില്ലേ? സൂര്യൻ ആയിരിക്കൂല പറഞ്ഞത്. തൊലി ഉരിയുന്നുണ്ട് ഇത് കേട്ടിട്ട്. അല്ല, ഇന്നെവിടെ പരിപാടി? അല്ല, പുലികളിക്ക് കൊണ്ടു. ഏത് സ്കൂളിൽ പോയിട്ട് അല്ല, ഇങ്ങനെ ഞാൻ ചമ്മി. അപ്പൊ ഇതേപോലെ ചമ്മി നിങ്ങൾക്ക് വല്ല അവസരം ഉണ്ടായിട്ടുണ്ടോ? നിന്റെ ഒരു ചമ്മല് ഇപ്പൊ പറഞ്ഞു, അത് കഴിഞ്ഞു. മറ്റേ ഇവിടെ ഈ പരിപാടിക്ക് ഏറ്റവും വലിയ ചമ്മല് നമ്മളൊരു കൂട്ടുകാരൻ ഒരു ഷോയിൽ നമ്മൾ ഷോ ഡയറക്ടർ പറഞ്ഞു നീ ഇത്തിരി ഓവറായിട്ട് ആക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവൻ 2-3 എപ്പിസോഡിൽ ഓവറായിട്ട് ആക്ട് ചെയ്തു. ഷോ ഡയറക്ടർ 3-ാമത്തെ ഓവർ ആക്ടിങ്ങിൽ പറഞ്ഞ് മതിയടാ, നിന്റെ 150 കയ്യിലുണ്ട്. സൂര്യൻ ഇപ്പൊ വീണ്ടും ചമ്മി. അടുത്ത വേറൊരാളുടെ ഇത് ഞാൻ പറയാം. ആരും സ്വന്തം ചമ്മിയ കഥ പറയൂലല്ലോ. എന്റെ അറിഞ്ഞൂടെ, നിങ്ങൾക്ക് വല്ലതും നീ പറഞ്ഞോ, വേറെ ആളെ പറഞ്ഞോ. ഞാനാണ് വേറെ. അതായത് ആ കഥ എന്നെക്കാളും നല്ലത് നിങ്ങൾ പറയും. ഞാൻ തിയേറ്ററിൽ പോയപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒന്നുകൂടെ ചമ്മിക്കാം. ഒന്നുമില്ല, നീ പറഞ്ഞു. മറ്റേ നമ്മളില്ലാത്ത ദിവസം ഇവർ രണ്ടും കൂടെ സിനിമ നമ്മൾ രണ്ടുകൂടെയാണ് ചമ്മിയത്. അനന്തനും എബിരണ്ണനും കൂടെ സിനിമ കാണാൻ പോയി. അപ്പോഴത്തേക്ക് അവിടുന്ന് മറ്റേ അങ്ങനെ വരുന്നതായിരുന്നു നോബിയും വാഴ സിനിമ കാണാൻ പോയപ്പോഴത്തേക്ക് നോബിയും ആരായിരുന്നു? അസീസ് ചേട്ടനും കൂടെ അവിടെ ഇപ്പോട്ടായിരുന്നു. അപ്പൊ നമ്മളവിടെ ഒരു ഫ്രണ്ട് ഇവരെ അവരൊക്കെ പറഞ്ഞത് ഇവരെ വിളിച്ചോണ്ട് പോയി. നമ്മളവിടെ നിന്നപ്പോ ഇങ്ങനെ പറഞ്ഞു നമ്മളെ സിനിമ ആയിരുന്നു. അപ്പോഴത്തെ നമ്മളൊരു കൂട്ടുകാരൻ തിയേറ്ററിൽ നോബിച്ചോട്ട് നിങ്ങളെ തിരക്കുന്ന ഭയങ്കര ഫാനാണ്. നോബിച്ചോട്ട് താഴെ ഇരിക്കുന്നത്. അപ്പൊ താഴെ വിളിച്ചോട്ട് നോബിച്ചോട്ടൻ കാറിനകത്തിരിക്കുന്നത് നിങ്ങളെ തിരക്കിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളെ ഫാൻസ്. എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഞാൻ പയ്യെ നോബിയുടെ അടുത്ത് ഇപ്പൊ ഗ്ലാസ് അങ്ങോട്ട് തുറന്നു നോബി കാറിൽ. അപ്പൊ കൂട്ടുകാരൻ അപ്പൊ അനന്തൻ ബാക്കിലോട്ട് പോയി. അപ്പൊ കൂട്ടുകാരൻ നോബിച്ചേട്ടാ അപ്പൊ നോബി പുഴുത്ത് എന്നിട്ട് ഒരാളുകൂടെ ഉണ്ട്. അപ്പൊ ഞാൻ ബാക്കിൽ മാറി. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് അതൊരു ചമ്മി അനുഭവം വരുന്നു. ചമ്മി നാറി നമ്മൾ മൂന്നും ഇല്ലായിരുന്നു. വേറെ സംഭവം പറഞ്ഞില്ല. അത് ആരെന്താ പറയാ, ഞാൻ തന്നെ ഞാനും ഇവനും കൂടെ ഒരു യാത്ര പോയി. യാത്ര എന്ന് പറഞ്ഞാൽ ഒരാളെ കാണാൻ വേണ്ടി, അവൻ്റെ ഒരു പഴയ സ്നേഹിതയെ കാണാൻ വേണ്ടി നമ്മൾ പോയതാണ്. അങ്ങനെ കാണാൻ വേണ്ടി ഇവിടെ നിന്ന് എന്നെ വണ്ടി എടുത്ത് അവന്റെ സ്കൂട്ടിയിൽ എന്നെ വിളിച്ചു. ഇത് ഏത് സമയത്ത്? +1 സമയത്ത് നിന്റെ വീഗം ഉണ്ടായിരുന്ന സമയത്ത് അതില് എന്നെ വിളിച്ചോണ്ട് പോയി. നമ്മൾ അവിടെ ചെന്ന് ആ പെണ്ണിന്റെ വീട്ടിൽ കിടന്ന് കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ്, ആണെങ്കിൽ വീട്ടിന്റെ വെളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ്, നമ്മളെല്ലാം ഫുഡ് കഴിക്കാനുള്ള പൈസയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ വിശന്ന് കുടലിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ സമയത്ത് ഇങ്ങനെ വിളിക്കാത്ത കല്യാണത്തിനൊന്നും പോയിട്ടില്ല. അപ്പൊ നമ്മള് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു ക്രിസ്ത്യൻ കല്യാണം. അങ്ങനെ നമ്മൾ വിചാരിച്ച അവിടെ ഇങ്ങനെ കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കയറി ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ രണ്ടുപേരും വരൂ 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 എന്ന് പറഞ്ഞ്. അപ്പൊ നമ്മൾ വിചാരിച്ച അവിടെ നമ്മളെ കല്യാണത്തിന് വന്നേന്ന് വിചാരിച്ച് വിളിച്ച്, അങ്ങനെ ഇവിടെ ഇരിക്കും മോനെ, വേണം ഇവിടെ ഇരിക്കും. അങ്ങനെ നമ്മൾ അവിടെ പോയി ഇരുന്നടാ. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ഫുഡൊക്കെ വിളമ്പി, അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ കൊണ്ടുവച്ച്, അങ്ങനെ നമ്മൾ പെട്ടെന്ന് തിന്നു വിശപ്പ് കൊണ്ടല്ലേ. അപ്പൊ രണ്ടാമത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചോറിട്ടിട്ട് കറി ഇടുന്നില്ല, ആ ഒരു ടേബിളിന് മാത്രം ഫ്രൈ ഇടുന്നില്ല, സലാഡും അച്ചാറും രണ്ടാമത് വിളമ്പുന്നില്ല, ബാക്കി എല്ലായിടത്തും വിളമ്പുന്നു. അതായത് ഈ വയ്യാത്ത മറ്റേ ഭിക്ഷക്കാർ അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരിതാണൊക്കെ ആ ഏരിയയിൽ കല്യാണത്തിന് വരുമ്പോൾ അവരെ മാത്രം ആ ഒരു പള്ളിയിൽ സെപ്പറേറ്റ് ചെയ്തിരുത്തുന്ന അവിടെയാണ്. നമ്മളെവിടെ കൊണ്ടിരുത്തി നമ്മളൊരവിടെ നിന്നിട്ട് എണീച്ചിട്ട് എനിക്കൊന്നും നിങ്ങൾക്ക് ഇവളെപ്പോഴും ചമ്മു. ഇവള് ഇംഗ്ലീഷിൽ ഭയങ്കര പരിജ്ഞാനായോണ്ട് എമിറേറ്റ്സിൽ എംബരസി അതെന്തിനായിരുന്നു സംഭവം.
അത് ഞാൻ പറഞ്ഞുതരാം. വണ്ടി പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ കെട്ടിടം എല്ലായിടത്തും ഉണ്ട്. കൊച്ചിയിലും ഉണ്ട്. കൊച്ചിയിലും ഉണ്ട്. എന്തരടി ഇന്ത്യൻ എംബരസി. അപ്പൊ എല്ലാരും ഞാൻ ഇങ്ങനെ വെട്ടിയിട്ടൊക്കെ ഞാൻ ഒന്നുകൂടെ വായിച്ച പാടാ എംബസി, ഇന്ത്യൻ എംബസി. ഇന്ത്യൻ നിങ്ങളൊരു ചമ്മലൂടെ ഉണ്ടല്ലേ ഒരു ചമ്മലൂടെ പറയണം. എന്റെ ചമ്മലില്ല, ഞാൻ ചമ്മാറില്ല. സ്വന്തം കാമുകീനെ ഒരു സ്ഥലത്ത് വിളിച്ചു ഇത് ഏത് കൊല്ലത്തെ കഥയാണ്? ഇത് കഴിഞ്ഞ കല്യാണം. അപ്പൊ ഫ്രഷ് ആണ്. അപ്പൊ കാമുകീനെ കഷ്ടപ്പെട്ട് അവളവിടെ ദൂരെ നിന്ന് അവിടെ വന്ന് നിൽക്കുകയാണ്, എന്റെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. നോക്കിയപ്പോ കാമുക ബസ്സിൽ ടാറ്റയെ കാണിച്ച് ഒറ്റയ്ക്ക്. എന്തിനാണ് പോയത്? അവളടുത്ത ബസ് വരട്ടെ. ഇറങ്ങാനുള്ള കഴപ്പ് കാരണം എറണാകുളത്ത് പോകണമെങ്കിൽ 2 ടിക്കറ്റ് ബുക്ക് ചെയ്യും ട്രെയിനിന്. ഒന്ന് 7 മണിക്ക്, ഒന്ന് 10 മണിക്ക്. എന്നിട്ട് ഇത് രണ്ടിനും പോകാതെ ബസ്സിൽ പോകും. അങ്ങനത്തെ മനുഷ്യനാണ്. മെട്രോയ്ക്കകത്ത് എന്തിനാ കഥ? മെട്രോയിൽ എന്തിനായിരുന്നു കഥ? എബിന് ഒരു പെണ്ണുമായിട്ട് പോയപ്പോ ബാക്കി ഏത് പെണ്ണോ? ടിക്കറ്റ് ഓ നിങ്ങൾ ആര് ഗ്യാസിനോ മെട്രോയുടെ കാര്യം കൂടെ പറ. മെട്രോയുടെ കാര്യം പറ. ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞ് ഇനി ഒരു കഥയില്ല, ചമ്മലിന്റെ കഥയില്ല, വൈൻഡപ്പ് ചെയ്തു. മെട്രോന്റെ കഥ പറയൂല. ഇനി ഒരു കഥയില്ല. ഓക്കെ, അപ്പൊ ആർക്കും ഇനി ചമ്മയ കഥയൊന്നും പറയാനില്ലല്ലോ. അപ്പൊ ഇന്ന് നല്ല അടിപൊളി കപ്പിത്താൻ ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആര് ജയിക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഗെയിമിലോട്ട് പോവാം. നിങ്ങൾ എന്തീ കട്ടയം പിടിച്ചോണ്ടിരിക്കുന്നു? ഇത് പണിയല്ല, ഇത് നമ്മളെ പുതിയ കപ്പിത്താൻ ഗെയിമിലെ ടാസ്ക് ആണ്. ഗെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 2 കട്ട ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇവിടെ ചവിട്ടി എന്നിട്ട് ഇപ്പുറത്ത് ചാടണം. എന്നിട്ട് ചാടിയിട്ട് തിരിഞ്ഞു നിന്ന് ഇതൊന്ന് വീഴാതെ ഈ കട്ട മുമ്പ് എടുത്ത് വെച്ച് താഴെ ചവിട്ടിയില്ല. താഴെ ചവിട്ടി നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ആവും. മനസ്സിലായി. ഇങ്ങനെ ആ വര തൊട്ട് ഈ കട്ടയെ ചാടി ഇനി വരെ വരണം. ഓക്കെ, ഇതില് എങ്ങനെ ജയിക്കുന്ന അതെങ്ങനെയാണ്? ടൈമുണ്ട്. ഏറ്റവും പെട്ടെന്ന് ഏറ്റവും സമയം കുറച്ച് ചെയ്യുന്നതാണ് ജയിക്കും. മനസ്സിലായല്ലോ? അതായത് ഏറ്റവും സമയം കുറച്ച് ഇവിടെ വന്ന് എൻഡ് ചെയ്യുന്ന ആള് ജയിക്കും. അങ്ങനെയാണല്ലോ. അവിടെ തൊട്ട് വരെ അല്ലേ ഓർഡർ? എങ്ങനെയാണ് ഓർഡർ? ആദ്യം ഈ കളി നിങ്ങൾ തന്നെ ചെയ്തു തുടങ്ങി. ഞാൻ ചെയ്യുന്നില്ല, സെലക്ട് തുടങ്ങാം. സെക്കൻഡ് അദ്വൈത്. ഈ എല്ലാ കളിയും തുടക്കം ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കളി സ്റ്റാർട്ട് നീ സെക്കൻഡ് അദ്വൈത്, തേർഡ് അല്ല, ഫോർത്ത് ഗായത്രി, ലാസ്റ്റ് ചെയ്യാം. അപ്പം ഈ കട്ട എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ്ട, അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ഗെയിമും ഞാനല്ലേ ആദ്യം ചെയ്യുന്നത്. ഇത്തവണ വേറെ ആരെയും വിളിച്ചേ പറ്റൂ. ആരെയും വിളി. അദ്വൈത് തുടങ്ങോ? ലാസ്റ്റ് ചെയ്തിട്ട് വെല്ലുവിളിയെ ചെറുത്തുകൊണ്ട് അദ്ദേഹം സാർ ചോപ്പിൽ വെച്ച് തുടങ്ങണം. ഇത് അദ്വൈതം അങ്ങറ്റം പോയിട്ട് തറ ചവിട്ടും. അയ്യ, ഇത് കാണുമ്പോഴേ അറിയാം അടുത്തൊരു വീട്. ഇത് വിഷമത്തിന് വേണ്ടി ഉണ്ടാക്കിയ തന്നെ. കമോൺ അദ്വൈത്, ഇതൊരു സ്ട്രാറ്റജിക്കൽ മൂവ് തന്നെ. കോൺസെൻട്രേഷൻ വേണ്ട കൈ നമ്മള് പ്രോത്സാഹനം കൊടുക്കാം. അയ്യ, അതൊരു ഇങ്ങനെ ചവിട്ടി ചവിട്ട്. പ്രോത്സാഹനം വേണ്ട. ഓക്കെ, അനന്തൻ നീ തോക്കോടാ. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തൊരുത്തനാണ്ടാ നീ. പറ്റത്തില്ല. നിന്നെ കൊണ്ട് ഇങ്ങനെ കുത്തിരിക്കുന്ന ഗെയിമൊക്കെ പറ്റൂ.
അനന്തൻ ഒരു കില്ലാടി ഡാൻസ് കളിക്കുന്ന ആളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതാണ്. വിഷയം നമ്മളിപ്പോഴേ ഒന്നും പറയേണ്ട പോലെ അവിടെ എത്തണമെങ്കിൽ വരും. ഇല്ല അവനെ കൊണ്ട് പറ്റും. അവൻ കാരണം ഇന്ത്യൻ ക്ലോസറ്റ് ആണ് ഉപയോഗിക്കുന്നത്. യൂറോപ്യൻ ബാലൻസ് കിട്ടും. ഓണണ്ട വീട്ടിൽ അമ്മയോടൊക്കെ പറയണം യൂറോപ്യൻ എല്ലാം മാറ്റാൻ. എന്താ എറണാകുളത്തെ ഹൃത്തിക് റോഷൻ നീ തന്നെ. ഭയങ്കര സിമ്പിൾ ആയിട്ട് പോകണ്ടേ. ആനന്ദൻ അറിയാം വേറെ ആരും എത്തൂലെന്ന്. ആനന്ദൻ ഇരുന്ന് ആസ്വദിച്ചോ ബീഡിയൊക്കെ എനിക്ക് പോലും. വെള്ളം കൊണ്ട് പറഞ്ഞേ. അങ്ങനെ ഉരുണ്ട് പോടാ. നീ പയ്യെ പോയാൽ ഇവിടെ ആരും എത്തൂല നിന്റെ അത്രയും. അതെ സത്യം. ഗായത്രി ഓടും. ഗായത്രി എത്തും. ഗായത്രി എന്റെയാണ്. എക്സ്പേർട്ടായി ഏക്കുന്നില്ലല്ലേ. അവന് ഓയിൽ ആവശ്യമൊന്നുമില്ല. അടിച്ചു വന്നാലും മതി. വാവ് ആർട്ടിഫിഷ്യൽ ആണെന്ത്. അപ്പൊ അടുത്ത ആരാണ്? ഗായത്രി ഞാനല്ലേ? ഗായത്രി പോവൂ. ഗായത്രി അല്ല ഇങ്ങനെയല്ലേ? അതൊക്കെ നിന്റെ ഇഷ്ടം. നീ ഒരുപാടൊന്നും ഒരുപാടൊന്നും പോകുന്നുണ്ടോ ഈ വണ്ടി? ഈ വണ്ടി ഒരുപാടൊന്നും പോകും. നീ പേടിക്കണ നീ അല്ല വിന്നറ്. ചിലപ്പോ എബി നിന്നെ തോപ്പിച്ചല്ലേ. അവളിപ്പോ ഇനി വരും. അവൻ ഒരു കുഴപ്പമില്ല. സുഖമായിട്ട് പോണു. അവള് ചുമ്മാ വെറുതെ വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇവക്ക് പണ്ട് മേശൻ പണിയായിരുന്നു കേട്ടോ ജോലി. ഈ കട്ടേന്ന് തടിച്ചടി പോണു. കട്ടുള്ള കാര്യത്തിൽ ഇടില്ല നന്നല്ലേ അവള്. അവർക്ക് ബോഡി വെയിറ്റ് ഇല്ലല്ലോ. തട്ടി അറിയുന്ന അവളെ ഇറങ്ങി വരാനായി പറ്റിക്കല്ലോ. തീർക്കല്ല. അയ്യേ ആടമ്പഴേ അറിയാം. ഇതിനപ്പുറം പോകില്ലെന്ന് എനിക്ക് നേരെ കായലിൽ പോയി വീഴും. ഇങ്ങനെ പോയി അപ്പുറത്തെ കായലിലേക്ക് വീഴും. നീ ഏത് എന്നോട് ഉപയോഗിക്കുന്നത്? ആരും പോകാത്ത വഴി കൂടെ ഇവന് ഭയങ്കര കഴിവുണ്ടാവും. മറിഞ്ഞു വീഴുന്നത് കട്ടയിൽ തന്നെ. കട്ടായി അവിടെ നിന്ന് തലേ കുത്തേക്ക് വീഴും. അനന്തന്റെ സ്റ്റാച്ചർ നിരക്കി കൊണ്ടുപോയി എടുത്തു. ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ സോറി. അയ്യോ സൗണ്ടൊക്കെ അതെന്തോന്നു കളി? ഞാൻ കളിക്കട്ടെ. അതുവരെ പോകുന്ന പോട്ട് കട്ടേക്കറി പോകുന്നല്ലോ. അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചു വേണം. ഇല്ല അവിടെ അങ്ങനെ വോട്ടാ നടക്കത്തില്ല. ആഗ്രഹമല്ലേ തീർക്കട്ടെ.
നടക്കുന്നില്ല, നീ പറഞ്ഞാ മതിയോ? നടക്കൂല കേട്ടോ. ഇതിനൊക്കെ എത്തിയിട്ട് ആദ്യം നിങ്ങൾ എന്ത് പറഞ്ഞു ഇത് ആഗ്രഹം കൊണ്ട് കാണിക്കും. അയ്യോ അയ്യോ അതെങ്കിലും തീർക്കണ. ഇത് ഞാൻ തീർക്കും. ഉടായിപ്പിന്റെ വഴികൾ അവസാനിക്കുന്നില്ല. അയ്യോ വീണ് വീണ്. അങ്ങനെ ഈ ഗെയിമിൽ വെറും 10 സെക്കൻഡ് വ്യത്യാസത്തിൽ ഗായത്രി ജയിച്ചിരിക്കുകയാണ്. വെറും 10 സെക്കൻഡ്. അതെടുത്ത് പറയുന്നത് എന്നാൽ 10 സെക്കൻഡ്. സെലക്ഷൻ ആദ്യം വിദഗ്ധമായി പിന്മാറിയിരിക്കുകയാണ് ഈ ഗെയിമിൽ നിന്ന്. വീട്ടിൽ ഇന്ത്യൻ ക്ലോസറ്റ് അല്ലാത്തതുകൊണ്ട് കാലിന്റെ വിസ്തീർണം കാണുമ്പോൾ പിന്മാറിയിരിക്കുന്നത്. അപ്പം ജയിച്ച ഗായത്രി അടുത്ത ചലഞ്ച് ഞാൻ പിക്ക് ചെയ്യും. ഓക്കെ. അപ്പം എന്റെ ചലഞ്ച് ഗെയിമാണ്. നിങ്ങൾ 2 കളർ കണ്ടു, ഫോം കണ്ടു. ഇത് ആദ്യം ആരാണോ ഇവിടെ കൊണ്ടുവയ്ക്കുന്നത് അവര് ജയിക്കും. പക്ഷെ ചുമ്മാ വെക്കാൻ പറ്റില്ല. അതായത് ഈ ഒരു സംഭവം കണ്ടോ, ഇതില് ഇപ്പം 2 പേര് അറ്റ് എ ടൈം ആണ് കളിക്കുന്നത്. ഇപ്പം പച്ചയും റെഡും. അപ്പോ ആർക്കാണോ ഇപ്പൊ പച്ച വീടാണെന്ന് വിചാരിച്ചോ, പച്ച വീടാണെങ്കിൽ ഒരു പ്രാവശ്യം മുമ്പോട്ട് നീക്കാം, ഒരു പ്രാവശ്യം. അഥവാ ഇൻഡു ആണ് വീഴുന്നെങ്കിൽ ആർക്കുല ക്യാൻസൽ. പിന്നെ ഉള്ളത് ബ്ലൂ വീഴത്തില്ലേ, ബ്ലൂ ആണെങ്കിൽ രണ്ടുപേർക്കും മനസ്സിലായോ? ആദ്യം എത്തുന്ന അതാണ് മെയിൻ സംഭവം. അതായത് ആദ്യം എത്തത്തില്ലേ, ആദ്യം എത്തുന്ന ആൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മുഖത്തേക്ക് ഈ സംഭവം ആദ്യം സെലക്ഷൻ അണ്ണനും ആനന്ദിനും പോട്ടെ. ഓക്കെ തുടങ്ങിയോ? ഈ കളി എനിക്ക് മനസ്സിലായി, ഞാൻ ജയിക്കൂല. സ്വാഭാവികം. നീനിട്ടാടാ എന്താ ഇവൻ ഡേഞ്ചർ ആണ് കേട്ടോ. സെലക്ഷൻ നീ മുമ്പോട്ടാണ്. അപ്പൊ അതിന്റെ അപ്പുറം ആയില്ലേ? കുഴി പോയി പിടിച്ചു നിർത്തി. എടാ അനന്താ ജയിക്കളൊക്കെ പറഞ്ഞാ പോലെ. കൈയൊക്കെ പറയുന്നു. ഇത് സെലക്ഷൻ ഒന്നും കൂടിയായി. നീരെ വേണാലും മതിയോ സെലക്ഷൻ? നോക്കടാ. ദേവത ഇന്ദ്രിയം അപ്പൊ നിങ്ങള് ഞാൻ തുടങ്ങട്ടാ. പച്ച സമോനെ പിന്നെ നീ ജയിക്കണം. നീ ലോക തോൽവി. അടുത്ത തോൽവി കോൺഫിഡൻസ്. ആ ചോപ്പ് ഇത് വായി കേർമിക്കാറും. പെട്ടെന്നാക്കി തരുന്നല്ലോ എല്ലാവർക്കും വേണ്ടി. അപ്പം ഫൈനലിലേക്ക് അദ്വൈതണ്ണനും സെലക്ഷൻ അണ്ണനും സെലക്ട് ആയിരിക്കുകയാണ്. ഇനി അവർ തമ്മിലുള്ള വാശിയേറെ പോരാട്ടം കാണാം. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഓക്കെ, അപ്പൊ തുടങ്ങിക്കോ. നിങ്ങൾക്ക് ഏതാണ് പച്ചയാണോ? പച്ച. കണ്ണിട്ടായിരിക്കും.
രണ്ടുപേർക്ക് എടുത്തിട്ടോ കുട്ടിച്ചത് പറയണ ഓ ഇത് ഒരാളെ മാത്രം അങ്ങനെ രക്ഷപ്പെടുമെന്ന് തോന്നില്ല. ഒരാളെ മാത്രം രക്ഷപ്പെടുമെന്ന് തോന്നില്ല. നിനക്ക് ഭയങ്കര സ്നേഹമാണ് എന്റെ വയലടിക്കാനല്ലേ പറ്റി. നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു തരുന്നുണ്ട്. നീ എന്തൊരു എടി നീലിട്ടാണ് ഇനി ചെയ്യേണ്ടത്. ഓ കൈ തട്ടു വെപ്രാളം. ഇടേ നിലക്സേ കൈ തട്ടുന്നു. വായൊക്കെ കഴിക്കുന്ന എന്തൊരു സാധനം. അപ്പം സെലക്ട് ജയിച്ചിരിക്കുകയാണ്. അദ്വൈന്റെ മുഖത്ത് തേക്കാൻ പോയി നമ്മൾ. എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ബൈ. അടുത്ത എപ്പിസോഡ് കിടിലം വീഡിയോസുമായിട്ട് വരും.